എൻ്റെ പേര് മെബിൻ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. തയ്യിലാണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാനൊരു ദൈവവിശ്വാസി അല്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ എനിക്ക് തിരിച്ചടി ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാശ്രയമില്ലാതിരുന്നപ്പോൾ അവസാനം ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞാനൊരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയിൽ പല പ്രശ്നങ്ങളും നേരിടാൻ തുടങ്ങി. ഞാൻ ചെയ്ത പാപങ്ങൾ എനിക്ക് തന്നെ തിരിച്ചടിയായി തുടങ്ങി. അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഡിസംബർ 14 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു. ഞാൻ ഡെയിലി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൈലം പൂശി കൃപാസന ഉപ്പ് ഉപയോഗിച്ച് എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സ്ഥിരമായി പള്ളികളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഇത് ചെയ്തു തുടങ്ങും തോറും എൻ്റെ പ്രശ്നങ്ങൾ കൂടി വന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, അമ്മ എന്താണ് എനിക്കിങ്ങനെ വരുന്നത്? ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ടാണോ? അങ്ങനെ അവസാനം പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്കെൻ്റെ ജോലി നഷ്ടമായി. ഞാൻ എൻ്റെ അധ്യാപകൻ്റെ ജോലി മതിയാക്കി അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പള്ളിയിലേക്കാണ് പോയത്. എൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിനി ജീവിക്കാനൊരു വഴിയില്ല. ആകെ അറിയാവുന്നൊരു തൊഴിൽ ഇതാണ്. അത് നഷ്ടപ്പെടുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നിട്ടും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ മുടക്കിയില്ല. രാവിലെയുള്ളതും വൈകിട്ടത്തെ പ്രാർത്ഥനയും ഞാൻ കൃത്യമായി ചെയ്തു. ഞാൻ ചെയ്ത തെറ്റിന് അനുഭവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് സഹിച്ചുകൊണ്ട് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ CV, അതായത് ഒരു ജോലി ലഭിക്കാൻ ആവശ്യമായ CV ഞാൻ പല സ്ഥലങ്ങളിലേക്കും അയച്ചു കൊടുക്കാൻ തുടങ്ങി. പല സ്കൂളുകളിലേക്കും ഞാൻ CV അയച്ചു. എല്ലാ സ്ഥലത്തു നിന്നും എനിക്കത് റിജക്റ്റായി. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അമ്മയുടെ അടുത്ത് വന്നത്. എന്നിട്ടിപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ജോലി നഷ്ടമായി? ഇതിനു വേണ്ടിയിട്ടാണോ എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തു പോയ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു. ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു എനിക്ക് ആ കോള്. ഒരു ഫാദറായിരുന്നു വിളിച്ചത്, ഫാദർ സന്തോഷ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എനിക്ക് തന്നെ ഓർമ്മയില്ല, ഞാൻ അവിടെ ഒരു CV അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എനിക്ക് ജോലി റെഡിയായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. ഒരു ഇൻ്റർവ്യൂ പോലും നടത്തിയില്ല. എൻ്റെ CV കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, നിനക്കിവിടെ ജോലി റെഡിയാണ്, മാർച്ച് 26 വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞു. പിന്നീട് ആ ജോലി ലഭിച്ചതിന് ശേഷം അല്പം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഞങ്ങളൊരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേലെ താമസിക്കുന്നവരുടെ ബാത്റൂമിൽ നിന്നും വെള്ളം ലീക്കായി ഞങ്ങളുടെ ചുമര് വഴി ഇറങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ ഈ വെള്ളം ഇറങ്ങി വന്ന് അത് സ്വിച്ച് ബോർഡിലേക്ക് വന്നു. അങ്ങനെ സ്വിച്ച് ബോർഡിൽ വയറ് ഷോർട്ടായി ബാത്റൂം മുതൽ അടുക്കള വരെയുള്ള ഭാഗത്ത് എവിടെ തൊട്ടാലും ഷോക്ക് അടിക്കുന്ന അവസ്ഥയായി. അങ്ങനെ ആ ഷോക്ക് അടിക്കുന്ന അവസ്ഥയായി. വൈകുന്നേരമാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ഞാൻ അപ്പുറത്തുനിന്ന് ഒരു ടെസ്റ്റർ വാങ്ങിക്കൊണ്ടുവന്ന് തൊട്ട് നോക്കുന്നിടത്തെല്ലാം ഷോക്ക് എന്ന അവസ്ഥയായി. അതുകൊണ്ട് ഞങ്ങൾക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. മുറി ഒഴികെ ബാക്കി എല്ലായിടത്തും ഷോക്കായി. അങ്ങനെ ഇലക്ട്രീഷ്യനെ വിളിച്ചപ്പോൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞു 2 ദിവസം എടുക്കും വരാൻ വേണ്ടി, ഇപ്പോൾ വരാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ രാത്രി എങ്ങനെയൊക്കെയോ കഴിഞ്ഞു കൂട്ടി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ കൃപാസന ഉപ്പെടുത്ത് എവിടെയൊക്കെയാണോ ടെസ്റ്ററിൽ എനിക്ക് ഷോക്ക് അനുഭവപ്പെട്ടത് അവിടെയൊക്കെ ഞാൻ ഉപ്പ് തെളിച്ച് കഴിഞ്ഞ് കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ടെസ്റ്റർ എടുത്ത് വെച്ച് നോക്കി. ആ സെക്കൻഡ് മുതൽ പിന്നീട് ഇലക്ട്രീഷ്യൻ വരുന്നത് വരെ എൻ്റെ വീട്ടിൽ ഷോക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കൃപാസന അമ്മയുടെ അത്ഭുതമാണ്. കാരണം ഒരു ദൈവവിശ്വാസി അല്ലാതിരുന്ന് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരാൻ അമ്മ മനസ്സ് കാണിച്ചു. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കൃപാസന പത്രം എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. ഇനിയിപ്പോൾ പത്രം വാങ്ങാൻ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പള്ളികളിൽ പത്രം ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയത്, അതെടുത്ത് കൊടുക്കും. പിന്നെ വൃദ്ധസദനങ്ങളിൽ പോയി അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യും. പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ, അതിപ്പോൾ ഒരു ചെറിയ തുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരാളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നതാണെങ്കിലോ
അങ്ങനെ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു. പിന്നെ കൃത്യമായി എല്ലാം സഹിച്ച്, എന്തൊക്കെ വേദനകൾ വന്നാലും എല്ലാം സഹിച്ച് പ്രാർത്ഥനകൾ മുടക്കാതിരുന്നു. ദിവസേന പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞായറാഴ്ച കുർബാനകൾ, കുമ്പസാരം ഒന്നും തന്നെ ഞാൻ മിസ് ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തെന്ന അമ്മയോട് ഞാൻ നന്ദി പറയുന്നു.